ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഓരോ ദൈവത്തിൻ്റെ വചനങ്ങളും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലെ സങ്കീർത്തന പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും നമ്മളെല്ലാവരും പല വിഷയങ്ങൾക്കും മധ്യത്തിൽ ദൈവത്തോട് നിലവിളിക്കുന്നവരാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ആ വിഷയങ്ങൾക്ക് നടുവിൽ ദൈവത്തോട് നിലവിളിക്കുന്നവരാണ്. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി കേൾക്കണമേ എന്നൊക്കെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നു, ദൈവമേ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ വാക്കുകളും ദൈവം ശ്രദ്ധ വച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ 5-ാം സങ്കീർത്തനത്തിലും അത് തന്നെ പറയുന്നുണ്ട്: യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നമ്മുടെ സങ്കടയാചനകളാണ് ദൈവം കേൾക്കുന്നത്. നമ്മളെ ഭാരപ്പെടുത്തുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന പല വിഷയങ്ങളും ദൈവം കേൾക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കട വിഷയങ്ങൾ, മനോഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 4-ാം സങ്കീർത്തനം പറയുകയാണ്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നീതിയുള്ളവയാണെങ്കിൽ, എന്ന് വെച്ചാൽ എനിക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, എനിക്കൊരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എതിരായി അവനെ നശിപ്പിക്കണമേ, അവനൊരു പണി കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം ആ പ്രാർത്ഥന കേൾക്കയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ്, ദൈവം നീതിയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. ദൈവം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം നീതി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നാണ് ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ വായിക്കുന്നു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. അതുകൊണ്ടാണ് ഞാൻ 5-ാം സങ്കീർത്തനം വായിച്ചത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ദോഷമല്ലാത്ത പ്രാർത്ഥന കൃത്യമായി ദൈവം കേട്ടിരിക്കും. നമ്മുടെ സങ്കടയാചനകൾ, നമ്മുടെ ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ മനപ്രയാസം ദൈവം അറിയുന്നുണ്ട്. അതിന് ദൈവം നമുക്ക് മറുപടി തരും, തീർച്ചയായിട്ടും തരും. 17-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവി കൊള്ളണമേ. കപടമില്ലാത്ത പ്രാർത്ഥന. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ, അവനെ സഹായിക്കണമേ. ഒരു രോഗിയായി ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വിഷയം പോലും മാറ്റി വച്ചിട്ട് ആ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇയ്യോബിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഇയ്യോബ് വലിയൊരു അസുഖം തൻ്റെ ജീവിതത്തിൽ ബാധിച്ചു. തൻ്റെ ശരീരം മൊത്തവും പുഴുവരിച്ചിട്ടും, തൻ്റെ ശരീരം മൊത്തം വ്രണങ്ങൾ വന്നതിൽ പുഴുവരിച്ചിട്ട് പോലും തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് ആർക്ക് തോന്നും? പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പൊതുവേ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ വിഷയം നമ്മൾ എടുക്കാറില്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും മാത്രം അനുഗ്രഹിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തുള്ളത്. പക്ഷേ ഇയ്യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഒരിക്കലും ദോഷം പ്രാർത്ഥിക്കരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദോഷമേ സംഭവിക്കുകയുള്ളൂ. നമ്മൾ ഒരാൾക്ക് വേണ്ടി ദോഷം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തന്നെ ആ ദോഷം തിരിച്ച് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് പറഞ്ഞത്: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ താഴോട്ട് വായിക്കുന്നു:
ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ അങ്ങ് എനിക്ക് വിശാലത വരുത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രാർത്ഥന നീതിയുള്ളതാണെങ്കിൽ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോൾ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ കടഭാരത്തിൻ്റെ അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല ഭാരങ്ങളിലാണെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന നീതിയുള്ളതാണെങ്കിൽ, നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയാണെങ്കിൽ, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനം പറയുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ അങ്ങ് എനിക്ക് വിശാലത വരുത്തി. ഒന്നുമില്ലായിരുന്ന അല്ലെങ്കിൽ ശൂന്യമായി കിടക്കുന്നതിന് എൻ്റെ ദൈവം ആ ശൂന്യതയെ മാറ്റി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ശൂന്യതയാണ്, എന്നാൽ ഒരു ഞെരുങ്ങിയ അവസ്ഥയാണ് നമ്മുടെ ജീവിതം ഇപ്പോഴെങ്കിൽ ദൈവം വിശാലത വരുത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ അവസാനത്തെ വാക്യത്തിലും ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നീതിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ദൈവം നൽകി നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്ന ദൈവത്തിന് വചനം വായിക്കുകയാണ്. അവിടെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ ഉറക്കം സുഖമായിരിക്കും, ദൈവം അവനെ അനുഗ്രഹിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്കൊരു കോട്ടയായിരിക്കട്ടെ, ഒരു അനുഗ്രഹമായി തീരട്ടെ. ആർക്കും ദോഷമായിരിക്കാതെ വണ്ണം, ആർക്കും ദോഷം ചിന്തിക്കാതെ വണ്ണം നമ്മൾ ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ സഹായിക്കുകയും, ചിലപ്പോൾ നമ്മൾ സഹായിക്കുന്നത് തിരിച്ച് ആ സഹായം കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ എങ്കിലും നാം മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആമേൻ. കർത്താവേ.